എല്ലാവർക്കും ഒരു കോടിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എല്ലാവരും പ്രേക്ഷകരും കാത്തിരിക്കുന്നതെന്നാണ് ഞാനിത് അറിഞ്ഞിരിക്കുന്നത്. ഏത് പ്രേക്ഷകരാണോ നിന്നെ കാത്തിരുന്നത്? ഒന്നും ഉണ്ടായാ? അപ്പോൾ ഗൈസ് അവനെ നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നതിന് മുമ്പ് നമ്മളൊരു സാധനം കാണാം. അത് പറഞ്ഞേക്കാം, ഇതൊരു ആടല്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നേരെ ഉള്ളോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് മാർക്കറ്റ് പുവർ ഹോം ആണ്. ഇതൊരു സ്പ്രേ ആണ്. ഇത് സിറ്റി സെൻറ്റർ, ഡേ ടു ഡേ, ബോളിവുഡ്, ഹോളിവുഡ്, അതേപോലെ തന്നെ കാലിഫോർണിയയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് 50 ദിർഹംസ് മുതൽ ഇത് അവൈലബിൾ ആണ് ഈ സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല മണമുള്ള ഒരു സ്പ്രേ ആണ്. നമ്മൾ ഒരു 16 മണിക്കൂറൊക്കെ ഇത് നിൽക്കും ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇത് ഒരു കുപ്പിക്കകത്ത് 100 ml ആണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ മണം എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ജയിക്കുന്ന ആൾക്ക് ഇതും കൊടുക്കുന്നതായിരിക്കും. ജയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ വരും, കൊടുക്കുന്നതായിരിക്കും. ഇവരുടെ വേറെ ഇത് ഞാൻ പരിചയം. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമാണ്. ഇത് ഏതാണ്ട് 202 എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഇതിന് 12 ദിർഹംസ് മുതൽ അവൈലബിൾ ആണ്. ഇത് ഡേ ടു ഡേ, കാരിഫോർ അവിടുത്തൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ബാക്കി എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. മറ്റേ സ്പ്രേ ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആമസോൺ ഞാൻ നോക്കിയിട്ടില്ല. ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം എനിക്ക് ആടല്ല ഇപ്പോഴേ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ ഇത് സ്പിന്നേഴ്സിൻ്റെ വെൽനെസ് എന്ന് പറഞ്ഞൊരു ഡേ ക്രീമാണ്. ഇത് സ്പിന്നേഴ്സിൽ കിട്ടും, സ്പൈനീസിൽ കിട്ടും, പിന്നെ കാലിഫോർ, സിറ്റി സെൻറ്റർ, ഡേ ടു ഡേ, ബോളിവുഡ്, ഹോളിവുഡ് അവിടെയൊക്കെ കിട്ടും. പർപ്പിൾ അവൈലബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ആമസോണിലൊക്കെ ഇന്ത്യയിലും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ഇതാണ്. ഇത് നല്ലൊരു ക്രീമാണ്. നമ്മുടെ കണ്ടസ്റ്റൻറ്റ് പുറകെ നിൽപ്പുണ്ട്. അപ്പം നല്ലൊരു ക്രീമാണ്. നമ്മൾ ഏത് സ്കിന്നിൻ്റെ ഞാൻ അങ്ങനെ നോക്കിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ആടല്ല, അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് പേഴ്സണലി നല്ലപോലെ തോന്നിയോണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇത് വേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് കാലിഫോർണിയയിലൊക്കെ മേടിക്കാവുന്നതാണ്. നിങ്ങൾ നോക്കി വെച്ചോ. അപ്പം ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി മേടിച്ചോ. അപ്പോൾ ഗൈസ് നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 14 ലക്ഷത്തിനാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിലോട്ട് നമ്മുടെ എപ്പിസോഡിലോട്ട് നേരെ പോകാം. അപ്പോൾ 14 ലക്ഷത്തിനാണ് നമ്മൾ എപ്പിസോഡ് നിർത്തിയത്. അപ്പോൾ അടുത്ത 15 ലക്ഷത്തിൻ്റെ ചോദ്യമാണ്. അപ്പം നിങ്ങളുടെ ആദ്യ 15 ലക്ഷത്തിൻ്റെ ചോദ്യം ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, എളുപ്പമുള്ള ചോദ്യമാണ്. ഗോവയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോ ആസാമോ? ഗോവയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോവയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പ്ലീസ് ചേട്ടാ, ഗോവ കറക്റ്റ് ആണോ അതോ അല്ലയോ? അപ്പോൾ ഗൈസ് ഗോവ കറക്റ്റ് ആണെന്നാണ് ഇവിടെ നമ്മുടെ പീസ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണുക. അപ്പോൾ ഗൈസ് നമ്മൾ ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ് കാണാൻ ഈ എപ്പിസോഡ് അങ്ങനെ മനസ്സിലാവത്തില്ല. കാരണം ഇതിനകത്തൊക്കെ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റൂളൊക്കെ. അപ്പോൾ അത് പോയി കാണുക, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ 14 ലക്ഷത്തിൻ്റെ ചോദ്യം. ഇന്ത്യയിലെ തോപ്പൽ സ്റ്റാപ്പിൽ ഒന്നും ക്ലിയർ ആവുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ക്ലിയർ ആവാത്തതുകൊണ്ടാണ് മലയാളം വായിക്കാൻ അറിയാം. സത്യമായിട്ട് പറയുവാണ്, ഭയങ്കര ബ്ലറായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. പറ, ഉത്തരം പറ. ശ്രീനാരായണ ഗുരു ഇതാണ്.
എനിക്ക് ഉറപ്പില്ല ശ്രീനാരായണ ഗുരുവാണ്. അത് നമുക്ക് നോക്കാം. ഫിസിച്ചാണോ? കറക്റ്റാണോ? ഫിസിച്ചാണോ? കറക്റ്റ് ആയിരിക്കുന്നു. 16 ലക്ഷം രൂപ എടുത്തിരിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് ചോദ്യം. അതാ സീറ്റ് നേരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ 16 ലക്ഷത്തിന്റെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? എന്തോ? രവീന്ദ്രനാഥ് ടാഗോർ. അതോ ബങ്കിം ചന്ദ്രകാന്ത്? നമുക്ക് നോക്കാം. വിസിറ്റാരെ കറക്റ്റാണോ? അപ്പോൾ കറക്റ്റ് ആണെന്നാണ് പി സി ചേട്ടൻ പറഞ്ഞത്. 16 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം അത് 17 ലക്ഷം രൂപയാണ് എടുത്തത്. അത് വന്ദേ മാതരത്തിൻ്റെ രചയിത ക്ലിയർ ആകാത്തതുകൊണ്ടാണ് വന്ദേ മാതരം എഴുതിയതായി. ഞാൻ അങ്ങ് പറഞ്ഞതാണ്, എനിക്ക് മനസ്സിലായി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ ഇപ്പൊ കറക്റ്റ് ആയിരിക്കുന്നു. അടുത്ത ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്ന നദി? കാവേരി. 18 ലക്ഷത്തിന്റെ ചോദ്യമാണ്. പിഹിയടാ 18 ലക്ഷത്തിന്റെ ചോദ്യം കാവേരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരമാണോ അതോ തെറ്റുത്തരമാണോ? ചേട്ടോ കറക്റ്റ് ഉത്തരമായി തീർന്നിരിക്കുന്നു. അടുത്ത ചോദ്യം. കേരളത്തിലെ തനയായ നൃത്തം. കേരളത്തിലെ മോഹിനിയാട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 19 ലക്ഷം രൂപ കൊണ്ടുപോയി. അടുത്ത 20 ലക്ഷം രൂപയുടെ ചോദ്യം. ഇനി 20 ലക്ഷം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 ലക്ഷം രൂപയായിരിക്കും എല്ലാം കളയും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 20 ലക്ഷം രൂപ കിട്ടി. അത് കഴിയുമ്പോൾ 30 ലക്ഷം, അത് കഴിഞ്ഞാൽ 40 ലക്ഷം, അത് കഴിഞ്ഞാൽ 50 ലക്ഷം. അങ്ങനെയായിരുന്നു നമ്മൾ കളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ 5-5 വെച്ചിരിക്കുന്നത്. 20 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 25 ലക്ഷം, 30 ലക്ഷം, അങ്ങനെയാണ് നമ്മളിനി വെക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ 20 ലക്ഷത്തിന് ചോദ്യം. മലബാർ മാനുവൽ രചിച്ചതാര്? മലബാർ മാനുവൽ രചിച്ചതാര്? 20 ലക്ഷത്തിന് ചോദ്യം. വില്യം ലോഗൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദിച്ചു നോക്കാം. ചേട്ടാ കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം? മഗധയോ? മഗധ എന്നാണ് പറഞ്ഞത് ആദ്യം. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് 25 ലക്ഷത്തിന്റെ ചോദ്യമാണ്. മഗധ കറക്റ്റ് ഓർ തെറ്റ്? ചേട്ടോ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യമാണ് പ്രസിദ്ധീകരിച്ചത്? ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ചൈനയാണ് പറഞ്ഞിരിക്കുന്നത്. ചൈന, മേഡ് ഇൻ ചൈനയാണ് നമ്മുടെ പത്രമാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കറക്റ്റ് ഉത്തരം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എപ്പിസോഡ് മാത്രമല്ല, നിങ്ങളിലോട്ട് അറിവ് നേടിത്തരിക. അതാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ
1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ട് 4 ആണ് നമ്മുടെ ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 15 മിനിറ്റ് ഇത് നമ്മൾ 20 മിനിറ്റ് തന്നെയുണ്ട് ഈ വീഡിയോയും. നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് 10 മിനിറ്റ്, പിന്നെ 20, പിന്നെ ഇല്ല 10 പിന്നെ 20 ഇപ്പം ഇടുന്ന 20 മിനിറ്റാണ്. അടുത്തത് 10 അടുത്ത 35 ലക്ഷത്തിൻ്റെ ചോദ്യം. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അടിച്ചെടുക്കാത്ത ഏക രാജ്യം. സ്റ്റാമ്പുണ്ടല്ലോ, രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അടിച്ചെടുക്കാത്ത ഏക രാജ്യം ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്. 35 ലക്ഷം പോവോ അതോ പോത്തില്ലയോ? ഇത് തെറ്റാണെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ അങ്ങ് പോകേണ്ടതാണ്. യോ ഗൈസ്, 35 ലക്ഷം രൂപ കിട്ടി. ഞാൻ ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപനമായ രാജ്യം. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപനമായ രാജ്യം. ടെലിഫോൺ USA. 40 ലക്ഷത്തിന്റെ ചോദ്യം. കറക്റ്റല്ല, പക്ഷെ കറക്റ്റാണ്. ചുമ്മാ എന്തെങ്കിലും അടിക്കുന്നതിന് മുമ്പ് അങ്ങനെ പറയുക. അടുത്ത ഇംഗ്ലീഷ് അക്ഷരക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം. ഇംഗ്ലണ്ട്. എന്തോ ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഉത്തരം. വേണമെങ്കിൽ ഇത് ഉറപ്പിക്കാം, അല്ലെങ്കിൽ പരിചയപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈഫ് ലൈൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ ഒന്നും അല്ല. 3 ഓപ്ഷൻസ് ഉണ്ട്: ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ. ലൈഫ് ലൈൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ ഇല്ല, ഒരു ഊഹം മാത്രമാണ്. അപ്പോൾ നമുക്ക് കറക്റ്റാണോ PC ചേട്ടനോട് തന്നെ ചോദിക്കാം. കറക്റ്റാണ്. 40 ലക്ഷം രൂപ പോയി. 45 ലക്ഷം രൂപ പോയി. 45 ലക്ഷം. 45 ഇല്ല 20 കഴിഞ്ഞ് 25. എന്താ ആധുനിക ജനാധിപത്യ അത് വേണ്ട. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം. എന്ന് പറഞ്ഞാൽ വൺ കൺട്രി ഓൺലി. ഓസ്ട്രേലിയ. $50 ലക്ഷം രൂപയുടെ ചോദ്യം കൊണ്ടുപോയി. അപ്പോൾ ഇത് പകുതി വരെയായി 50 ലക്ഷം രൂപ. വാട്ട് ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ കിടക്കാം. താങ്കൾ ഈ 1 കോടി എപ്പിസോഡിലോട്ട് എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ വന്നത്? പൈസ കിട്ടാൻ വേണ്ടി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ എന്തോ ചെയ്യും പൈസ കൊണ്ട്? എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അതോ ആർക്കെങ്കിലും ഈ പൈസ സമർപ്പിക്കുമോ? ഇഷ്ടം. അങ്ങനല്ല, നമ്മളൊരു കാര്യം അറിയാതെ ഇവിടോട്ട് ആരും വരത്തില്ല. അങ്ങനൊന്നും ഇല്ലല്ലേ. അപ്പം നമ്മളിപ്പം ഇയാൾക്ക് ഇദ്ദേഹം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ ഇവിടെ ചാൻസ് കിട്ടിയപ്പോൾ വന്നതാണ്. ആദ്യമായി ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ്? നമ്മൾ പാർട്ട് 1 കാണാത്തതുണ്ടെങ്കിൽ പോയി കാണുക. പാർട്ട് 1 നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പാർട്ട് 3 നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവിത കഥ വരെ നമ്മൾ പറഞ്ഞ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ പാർട്ട് 1 നമ്മൾ ഇദ്ദേഹം വരുന്നതായിട്ടാണ്. 2 ചോദ്യങ്ങളാണ്. 3 ആണെങ്കിൽ ജീവിതകഥ. ശങ്കുരും കേശു എനിക്ക് ഇഷ്ടപ്പെട്ട ചാനലാണ്.
അപ്പം ആ ചാനലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഫോർ ശങ്കരി ഇംഗ്ലീഷ്. ലൈക്ക് അടിക്കണം. ഈ വീഡിയോ എനിക്ക് തോന്നുന്നു പാർട്ട് 2 നല്ല ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുമ്പോൾ അത് നല്ല ഇതാണ്. 300 വ്യൂവേഴ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ സമയം കളയണ്ടല്ലോ. അടുത്ത ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രീയം. അത് ചോദിക്കുന്ന ആരും ഒന്നും വിചാരിക്കരുത്, അങ്ങനെ നമ്മളെ ചോദ്യം അതായതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇസ്രായേല് കറക്റ്റ് ആൻസർ ആണ്. 55 ലക്ഷം രൂപ. അല്ല, ആദ്യം വരുന്നത് തെറ്റാണോ ഇതാണോ എന്നുള്ളത് ഇതാണ് കാണിക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഇതും കൊണ്ട് അങ്ങനല്ല, നമ്മൾ ചോദ്യം വന്നുകൊണ്ട് നമ്മൾ ചോദിച്ചെന്നേ ഉള്ളൂ. ആരും ഒന്നും വിചാരിക്കരുത്. അടുത്ത ചോദ്യം അങ്ങനെ വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 4 മിനിറ്റ് കൂടി ഉള്ളു. 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കും. നമ്മൾ അടുത്ത ചോദ്യം. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം. ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ് ഇന്ത്യ. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. അടുത്ത 60 ലക്ഷം രൂപ കിട്ടി. അടുത്ത നമുക്കിനി 70 ലക്ഷത്തിന് അല്ല 65 ലക്ഷത്തിൻ്റെ ചോദ്യത്തിലോട്ട് പോകാം. 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നതാണ്. അടുത്തത് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവാര്, എഴുതിയതാര്? ഒന്നും കാണാത്തതാണ്. ഹാരി പോട്ടർ ഉണ്ടല്ലോ, അത് എഴുതിയതാരാ? ഓപ്ഷൻസ് വേണം. റൗളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെ.കെ. റൗളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ജെ.കെ. റൗളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഉത്തരമാണോ ചേട്ടാ? ഓ, 65 ലക്ഷം രൂപ കൊണ്ടുപോയി. 70 ലക്ഷത്തിന്റെ ചോദ്യം. 7 ലക്ഷത്തിന്റെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഇത് 70 ലക്ഷത്തിന് ഈ ചോദ്യമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. പറഞ്ഞോ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഓർ തെറ്റ് ഉറപ്പാണ് പറഞ്ഞത്. അയ്യോ, കറക്റ്റ്. അടുത്ത ഈ എപ്പിസോഡിൽ അവസാനത്തെ ചോദ്യമായ 75 ലക്ഷത്തിന്റെ ചോദ്യം. ഹാർത്തൂസ് മലബാർ കേസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ഹാർത്തൂസ് മലബാർ കേസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. മലബാറിന്റെ ഇപ്പൊ എപ്പിസോഡ് പൂന്തോട്ടം. മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഓർ തെറ്റ്? ഓ, 75 ലക്ഷം രൂപ കൊണ്ടുപോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ എപ്പിസോഡ് ഈ പാർട്ട് 5 1 കോടിയുടെ എപ്പിസോഡ്. ഇവന് 1 കോടി രൂപ കിട്ടുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. തോന്നുന്നു കിട്ടുമെന്നാണ്. ഇവൻ പഠിച്ചു വെക്കുവാണ് ഇതെല്ലാം. നമ്മൾ ഓരോരോ ചോദ്യങ്ങൾ കൊടുത്താൽ പഠിച്ചിട്ടാണ് പറയുന്നത്. പൈസ കാണാണ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായി. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആരും മടിയെടുക്കാണ്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അതൊക്കെ മാറ്റാൻ ഞങ്ങൾ